ഡിയർ സ്റ്റുഡൻസ്, ലേൺ വിത്ത് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ചാപ്റ്ററിൽ നിന്നുള്ള പാർട്ട് 3 വീഡിയോയാണ്. അതായത് നമ്മൾ പേജ് നമ്പർ 42 നമ്മളിനി പഠിക്കുന്നത്. നോക്കാം. അങ്ങനെ എന്ത് ചെയ്തു? മനുഷ്യാവകാശ പ്രഖ്യാപനത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഭീകരവാഴ്ചയും സെപ്റ്റംബർ കൂട്ടക്കൊലയും. എന്താണ്? അതായത് ഈ 1792 ദേശീയ സഭയുടെ സ്ഥാനത്ത് നാഷണൽ കൺവെൻഷൻ എന്നൊരു പുതിയ ഭരണസമിതി നിലവിൽ വരികയാണ്. നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിനെ എന്ത് ചെയ്യും? ഒരു റിപ്പബ്ലിക്കായിട്ട്, സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയും ഈ അവിടുത്തെ ദുർഭരണം കാഴ്ചവെച്ച സ്വേച്ഛാധിപതിയായിട്ടുള്ള ലൂയി 16 വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു റിപ്പബ്ലിക്കായി മാറിയ ഫ്രാൻസിൻ്റെ ഭരണ നേതൃത്വം ജാക്കോബിനുകൾ പിടിച്ചെടുത്തു. നമ്മൾ ആരാണ് ജാക്കോബിനുകളെന്നും ജിറോണ്ടിസ്റ്റുകളെന്നും പറയും. ജാക്കോബിനുകൾ പിടിച്ചെടുക്കുന്നു. യൂറോപ്പിലെ പ്രബല ശക്തികളായിട്ടുള്ള ബ്രിട്ടനും ഓസ്ട്രിയയും റഷ്യയും ഫ്രാൻസിനെ ആക്രമിച്ചപ്പോൾ ഈ സ്ഥിതിവിശേഷം നേരിടേണ്ടി വന്ന, അതായത് ഇതിനെല്ലാം നേരിടുന്നതിന് വേണ്ടിയിട്ട് പൊതുരക്ഷാ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി രൂപീകരിക്കുന്നു. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിഭീകരമായിട്ടുള്ളൊരു ഭരണമാണ് ഈ പാരീസിൽ അരങ്ങേറിയത്. അങ്ങനെ പാരീസ് നഗരത്തിൻ്റെ ഭരണം ഡാൻറ്റൺ, ഹെബർട്ട്, മരാട്ട്, റോബസ്പിയർ എന്നിവരുടെ കൈകളിൽ ആവുകയും ചെയ്തു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഈ പ്രഭുക്കൾ, പുരോഹിതന്മാർ, രാജാവിനെ അനുകൂലിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ജനങ്ങളെ ദിനം പ്രതി രാജ്യദ്രോഹികളെന്ന് മുദ്ര കുത്തുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്യുന്നു. പിന്നീട് ജയിലിൽ നിറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവിടുത്തെ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി 1500ഓളം പേരെ പാരീസിലെ തെരുവുകളിൽ വെച്ച് കൊലപ്പെടുത്തുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ കുപ്രസിദ്ധം, ഒരിക്കലും നമ്മൾ സുപ്രസിദ്ധം എന്ന് പറയില്ല, മോശം കാര്യങ്ങളെ കുപ്രസിദ്ധം എന്നാണ് പറയുന്നത് അല്ലേ, ചരിത്രത്തിൽ നല്ല പേര് നേടാത്തവ. അപ്പോൾ സെപ്റ്റംബർ കൂട്ടക്കൊല എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി നിർമ്മിച്ച പ്രത്യേക യന്ത്രമായിരുന്നു ഗില്ലറ്റിൻ. കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഗില്ലറ്റിൻ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? പരസ്യമായിട്ട് ജനങ്ങളെ കൊന്നത്. അങ്ങനെ ഭീകരവാഴ്ചയുടെ കാലത്ത് ആയിരങ്ങളുടെ മരണത്തിന് കാരണക്കാരായി മാറിയ ഈ റിപ്പബ്ലിക്കിൻ്റെ നേതാക്കന്മാരും പിന്നീട് ഇതേ രീതിയിൽ ഗില്ലറ്റിന് തന്നെ വിധേയരായി വധിക്കപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. വിപ്ലവകാരികൾ നിലവിലെ കലണ്ടർ ഉപേക്ഷിക്കുകയും പുതിയ വിപ്ലവ കലണ്ടർ തന്നെ നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ്? ഭീകരവാഴ്ചയും സെപ്റ്റംബർ കൂട്ടക്കൊലയും കുറിച്ച് പറയുകയാണെങ്കിൽ 1792 ദേശീയ സഭയുടെ സ്ഥാനത്ത് എന്ത് വരുന്നു? നാഷണൽ കൺവെൻഷൻ. അങ്ങനെ ഒരു പുതിയ ഭരണസമിതി നിലവിൽ വരുന്നു. അങ്ങനെ ഫ്രാൻസിനെ അതൊരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. ലൂയി 16 എന്ത് ചെയ്യുകയാണ്? വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നു. എന്നിട്ട് ഒരു റിപ്പബ്ലിക്ക്, ആ രീതിയിലുള്ള ഒരു ഫ്രാൻസിൻ്റെ ഭരണ നേതൃത്വം ജാക്കോബിനുകൾ പിടിച്ചെടുക്കുന്നു. അങ്ങനെ യൂറോപ്പിലെ പ്രബല ശക്തികളായിട്ടുള്ള ആരൊക്കെയാണ്? ബ്രിട്ടൻ, ഓസ്ട്രിയ, റഷ്യ. ഇവർ ഫ്രാൻസിനെ ആക്രമിച്ചപ്പോൾ ഈ സ്ഥിതിവിശേഷം നേരിടുന്നതിന് വേണ്ടിയിട്ടൊരു പബ്ലിക് സേഫ്റ്റി, പൊതുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കുന്നു. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിഭീകരമായിട്ടുള്ളൊരു ഭരണം പാരീസിൽ അരങ്ങേറുന്നു. അങ്ങനെ ആരുടെയൊക്കെ കൈകളിലെത്തുന്നു അവിടുത്തെ ഭരണം എന്ന് പറയുന്നത്? ടാൻറ്റൺ, ഹെബർട്ട്, മരാട്ട്, റോബസ്പിയർ എന്നിവരുടെ. അത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ പുരോഹിതന്മാരെയും പ്രഭുക്കന്മാർ, രാജാവിനെ അനുകൂലിച്ചിരുന്നവർ, ഇങ്ങനെ ആയിരക്കണക്കിന് ജനങ്ങളെ എന്ത് ചെയ്തു? രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തി കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. പിന്നീട് ജയിലിൽ നിറഞ്ഞപ്പോൾ ഇവരെന്താണ് ചെയ്തത്? തെരുവുകളിൽ വെച്ച് പരസ്യമായി കൊലപ്പെടുത്തുന്നു. അതാണ് സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിന് ജനങ്ങളെ കൊന്നൊടുക്കാൻ ഉപയോഗിച്ച യന്ത്രത്തിൻ്റെ പേരെന്താണ്? ഗില്ലറ്റിൻ. ആ ഗില്ലറ്റിൻ ഉപയോഗിച്ച് അനേകായിരം പേരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പബ്ലിക്കിൻ്റെ നേതാക്കന്മാരും പിന്നീട് ഇതേ രീതിയിൽ തന്നെ കൊല്ലപ്പെട്ടവരായിരുന്നു. ഇനി നമുക്കത് നോക്കാം. ജാക്കോബിനുകളും ജിറോണ്ടിസ്റ്റുകളും എന്നുണ്ടല്ലോ. എന്താണെന്ന് നോക്കാം. അതായത് ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക വിഭാഗമായിരുന്നു ജാക്കോബിൻ എന്ന സംഘം. എന്താണ്? ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ വിഭാഗത്തിന് പറയുന്ന പേരാണ് ജാക്കോബിൻ കോൺവെൻറ്റിലാണ് ഇവർ ആദ്യകാലത്ത് യോഗം ചേർന്നിരുന്നത്. ജാക്കോബിൻ കോൺവെൻറ്റിലാണ് ഇവർ ആദ്യകാലത്ത് യോഗം ചേർന്നിരുന്നത്. അതുകൊണ്ടാണ് ജാക്കോബിനുകളെന്ന് ഇവരെ അറിയപ്പെട്ടത്. ഇതിൻ്റെ ഒരു പ്രധാന നേതാവ് എന്ന് പറയുന്നത് റോബസ്പിയർ ആയിരുന്നു. ആരാണ്? റോബസ്പിയർ.
അക്കാലത്തെ ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയവരായിരുന്നു ആരെന്ന് പറയുന്നത്, ഈ ജാക്കോബിനുകൾ എന്ന് പറയുന്നത്. ഇനി ജിറോണ്ടിസ്റ്റുകൾ ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത മറ്റൊരു വിഭാഗത്തെ പറയുന്ന പേര് ജിറോണ്ടിസ്റ്റുകൾ എന്നാണ്. ഫ്രാൻസിൻ്റെ തെക്ക് പടിഞ്ഞാറുള്ള ജിറോണ്ട് പ്രദേശത്ത് നിന്നും വന്ന ദേശീയ അസംബ്ലിയിലെ അംഗങ്ങളായിരുന്നു ഈ ജിറോണ്ടിസ്റ്റുകൾ. ജാക്കോബിനുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ മിതവാദ നിലപാടുകൾ, മിതവാദം എന്ന് പറഞ്ഞാൽ എന്താണ്, തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താണ് നേടിയെടുക്കാൻ വേണ്ടി വാദിക്കുന്നത്, ലക്ഷ്യത്തിലെത്താൻ. അതേസമയം മിതവാദികൾ എന്ന് പറഞ്ഞാൽ അല്പം സമാധാനമുള്ളവർ. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇവർ മിതവാദ നിലപാടുകൾ സ്വീകരിക്കുകയും ഭൂവുടമകളും വ്യാപാരികളുമായിട്ടുള്ള ഉന്നത വർഗ്ഗക്കാരുടെ പ്രതിനിധികളായിരുന്നു ഈ ഇവരെന്ന് പറയുന്നത്. ആരാണ്? ജിറോണ്ടിസ്റ്റുകളെന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിപ്ലവ കലണ്ടർ. അടുത്ത ടോപ്പിക്ക് എന്താണ് വിപ്ലവ കലണ്ടർ എന്ന് നമുക്ക് നോക്കാം. അതായത് ഫ്രാൻസിൽ നിലവിലുണ്ടായിരുന്ന ഗ്രിഗോറിയൻ കലണ്ടറിന് പകരമായി 1793 നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 1792 ഈ സെപ്റ്റംബർ കൂട്ടക്കൊലയെക്കുറിച്ച്. അപ്പോൾ 1793 ഒക്ടോബറിൽ നിലവിൽ വന്ന കലണ്ടറാണ് ഏതെന്ന് പറയുന്നത്, ഈ വിപ്ലവ കലണ്ടർ. അതിൻ്റെ ആ വിപ്ലവ കലണ്ടർ എന്ന പേരിൽ ഈ പ്രശസ്തമായിട്ടുള്ള ഈ കലണ്ടർ തുടങ്ങുന്നത് ആരാണ്? ഫ്രാൻസ് റിപ്പബ്ലിക്കായി മാറിയ 1792 സെപ്റ്റംബർ 22 ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഈ കലണ്ടറിൽ 7 ദിവസങ്ങളുള്ള ആഴ്ചകൾക്ക് പകരം, നമ്മളുടെ കലണ്ടറിൽ എങ്ങനെയാണ് 7 ദിവസങ്ങളുള്ള ആഴ്ചകളാണ് അല്ലേ, അതിന് പകരം ഇവർ കലണ്ടറിൽ 10 ദിവസങ്ങൾ വീതമുള്ള 3 ദശകങ്ങളാണ് ഉണ്ടായിരുന്നത്. ദശകം എന്ന് പറയുമ്പോൾ എത്ര വർഷം, അതാണ് 10, അങ്ങനെ അതാണ് 3 ദശകങ്ങളാണ് ഉണ്ടായിരുന്നത്. 10 ദിവസങ്ങൾ വീതമുള്ള 3 ദശകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ കലണ്ടർ പൂർണ്ണമായും ഒരു മതേതര കലണ്ടറായിരുന്നു. വിപ്ലവത്തിൻ്റെ 12ാം വർഷം വരെ ഈ കലണ്ടറാണ് ഫ്രാൻസിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നത്. ഇനി ഗില്ലറ്റിൻ എന്താണെന്ന് പറയുന്നുണ്ട്. ഗില്ലറ്റിൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്, ശിരസ് ഛേദിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഭയാനകമായിട്ടുള്ള ഒരു ഉപകരണമാണ് ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് കൂടുതൽ പേരെ, ഒത്തിരി പേരെ ഒരേ സമയം കൊന്നിട്ടുള്ള, അവിടെ ഇമേജും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ, അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ്. ഈ ആശയം നിർദ്ദേശിച്ച ഡോക്ടർ ജോസഫ് ഇഗ്നാസ്, അദ്ദേഹത്തിൻ്റെ അതായത് ജോസഫ് ഇഗ്നാസ് ഗില്ലോറ്റിൻ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ലൂയി 16 രാജാവിനെയും മാരി ആൻറ്റോയിനറ്റ് രാജ്ഞിയെയും ഒക്കെ ഈ ഗില്ലറ്റിൻ ഉപയോഗിച്ച് തന്നെയാണ് വധിച്ചത്. ഈ ഭീകരവാഴ്ചയുടെ കാലത്ത് വിപ്ലവ നേതാവായിരുന്ന റോബസ്പിയറിനെ പോലും ഗില്ലറ്റിന് വിധേയമാക്കി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അവർക്ക് പുതിയ ഭരണഘടന നിലവിൽ വരുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ ഭീകരവാഴ്ചയൊക്കെ അവസാനിച്ച ശേഷം 1795 ഫ്രാൻസിലൊരു പുതിയ ഭരണഘടന നിലവിൽ വന്നു. ഇതുപ്രകാരം 5 അംഗങ്ങളടങ്ങിയ സമിതിയാണ് ഭരണം നിർവഹിച്ചത്. ഇതിനെ വിളിച്ച പേര് ഡയറക്ടറി എന്നാണ് ഇതിനെ വിളിക്കപ്പെട്ടത്. അഴിമതിയും കെടുകാര്യസ്ഥതയും ഡയറക്ടറിയുടെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നു. അതായത് അഴിമതി, കെടുകാര്യസ്ഥത എന്ന് പറഞ്ഞാൽ എന്താണ്, കഴിവില്ലായ്മ അല്ലേ ഭരണത്തിൽ. ഇത് രണ്ടും എന്ത് ചെയ്യുന്നു, ഡയറക്ടറിയുടെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നു. ജനങ്ങൾ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുകയും അവർക്ക് പുതിയ ഗവൺമെൻറ്റിൽ വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഭീകരവാഴ്ചയൊക്കെ അവസാനിച്ചു എങ്കിലും പുതിയൊരു ഡയറക്ടറിയൊക്കെ വന്നുവെങ്കിലും അഴിമതി ഉണ്ടാവുകയും അതിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തായിരുന്നു? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഫലം എന്ന് പറയുന്നത് ഫ്രാൻസിലെ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലേ, ഫ്യൂഡൽ വ്യവസ്ഥിതി തകരുന്നതിന് കാരണമായി പഴയ ഭരണത്തിലുണ്ടായിരുന്ന നിയമങ്ങൾ വിപ്ലവത്തോടെ ഇല്ലാതാവുന്നൊരവസ്ഥയും ഉണ്ടായി. സഭയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ഇടത്തരക്കാരുടെ കൈവശമായി മാറി. പിന്നെന്താണ്, പ്രഭുക്കളുടെ ഭൂമി കണ്ടുകെട്ടുകയും അവർക്കുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും നിർത്തലാക്കുകയും ചെയ്തു. ഏകീകൃത അളവുതൂക്ക സമ്പ്രദായം, മെട്രിക് സമ്പ്രദായം, അത് അവിടെ നടപ്പിലാക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇതിലെ അളവ് തൂക്കങ്ങളിലുള്ള കൃത്യതയില്ലായ്മയൊക്കെ അവസാനിക്കുന്നു. അങ്ങനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ
ഏറ്റവും പ്രധാനപ്പെട്ട ഫലം എന്ന് പറയുന്നത് എന്തവസാനിച്ചതായിരുന്നു? ഫ്യൂഡലിസം അവസാനിച്ചതായിരുന്നു. പ്രഭുക്കന്മാരുടെ ഭൂമി കണ്ടുകെട്ടുകയും അവർക്കുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ നിർത്തലാക്കി ഏകീകൃത അളവുതൂക്ക സമ്പ്രദായം, മെട്രിക് സമ്പ്രദായം നടപ്പിലാക്കി. സഭയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ഇടത്തരക്കാരുടെ കൈവശമായി തീർന്നു. ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം സംഭവിക്കുകയുണ്ടായി. ആധുനിക ദേശീയത എന്ന ആശയം ഫ്രഞ്ച് വിപ്ലവത്തിന് സംഭാവന, അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സംഭാവനയാണ് ആധുനിക ദേശീയത എന്നുള്ളത്. ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് രാജവംശത്തിലൂടെ അല്ലാതെ ദേശീയ സ്വഭാവത്തിലൂടെ പ്രകടമാക്കാൻ തുടങ്ങിയത് ഫ്രഞ്ച് വിപ്ലവം മുതലാണ്. അതായത് ഒരു രാജ്യം നിലനിൽക്കണമെങ്കിൽ ഒരിക്കലും അത് രാജവംശത്തിലൂടെ അല്ല നിലനിൽക്കേണ്ടത്. പിന്നെന്താണ്? ദേശീയ സ്വഭാവം, അതായത് രാജ്യം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സങ്കല്പം ഉണ്ടല്ലേ, അങ്ങനെ ആ രീതിയിലുള്ള ഒരു രീതി വന്നത് ഈ ഫ്രഞ്ച് വിപ്ലവം മുതലാണ്. രാഷ്ട്രം എന്ന സങ്കല്പം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിലവിൽ വന്നതും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. ഫ്രാൻസ് എന്നതൊരു ഭൂപ്രദേശം മാത്രമല്ല, ഫ്രഞ്ച് ജനത ഒന്നാകെയാണ് എന്ന ആശയം ഇതോടെ പ്രഖ്യാപിക്കപ്പെട്ടു. ദേശീയതയ്ക്കൊപ്പം വളർന്ന മറ്റൊരാശയമാണ് ജനാധിപത്യ ഭരണക്രമം. മനസ്സിലായല്ലോ? ഫ്രഞ്ച് ജനത ഒറ്റക്കെട്ടാകുന്നു, ദേശീയതയ്ക്കൊപ്പം ഒരു ആശയം കൂടി ഉയർന്നു വരുന്നു. അതിൻ്റെ പേരെന്താണ്? ജനാധിപത്യ ഭരണക്രമം എന്നാണ്. ഇനി ജനങ്ങളുടെ പരമാധികാരം എന്ന റൂസോയുടെ, നമ്മൾ പഠിച്ചല്ലോ റൂസോ, വോൾട്ടയർ, മൊണ്ടെസ്ക്യൂ, അവിടുത്തെ ചിന്തകന്മാർ. അങ്ങനെ ആ റൂസോയുടെ ആശയത്തെ, എന്താണ് റൂസോയുടെ ആശയം? ജനങ്ങളുടെ പരമാധികാരം. അതിനെ അടിസ്ഥാനമാക്കിയുള്ള ജനായത്ത ഭരണത്തിന് അടിത്തറയിട്ടതും ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. അങ്ങനെ 19-20 നൂറ്റാണ്ടുകളിൽ ഏഷ്യയിലും ആഫ്രിക്കയിലും നടന്ന ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളെയും ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചു. അപ്പോൾ 19-20 നൂറ്റാണ്ടുകളിൽ നടന്ന, ഓർത്തു വെച്ചുകൊള്ളുക, ഏഷ്യയിലും ആഫ്രിക്കയിലും നടന്ന ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളെയും ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചു. ഇനി അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. നെക്സ്റ്റ് ടോപ്പിക്ക് ആരെക്കുറിച്ചാണ്? നെപ്പോളിയനെ കുറിച്ചാണ്. നമുക്കതുകൂടി കഴിയുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. എന്താണെന്ന് നോക്കാം. അതായത് നെപ്പോളിയൻ എന്തൊക്കെ ഭരണ പരിഷ്കാരങ്ങളൊക്കെയാണ് കൊണ്ടുവന്നതെന്നൊക്കെ നോക്കാം. അതായത് ഫ്രാൻസിൻ്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ തന്നെ വച്ചു. കൊള്ളാമല്ലേ? അതായത് ഫ്രാൻസിൻ്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് കണ്ടിട്ട് ഞാനത് വാളുകൊണ്ട്, കൈകൊണ്ടെടുത്തില്ല ഒരിക്കലും, വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ തന്നെ വച്ചു. ഫ്രാൻസിൽ നിലവിലുണ്ടായിരുന്ന, നമ്മൾ പറഞ്ഞില്ലേ, ഡയറക്ടറി, ആ ഡയറക്ടറി അതിനെ പുറത്താക്കിക്കൊണ്ട് അധികാരം പിടിച്ചെടുത്ത വ്യക്തിയാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. അപ്പോൾ ഈ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ വാക്കുകളാണ് നമ്മൾ, ആ കോട്ടാണ് നമ്മൾ മുകളിൽ പറഞ്ഞത്. നെപ്പോളിയൻ്റെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതായത് അരാജകത്വത്തിലേക്ക്, അരാജകത്വം എന്ന് പറഞ്ഞാൽ ഭരിക്കാൻ ഒരാളില്ലാത്ത അവസ്ഥ, രാജാവില്ലാത്ത അരാജകത്വം, അല്ലെങ്കിൽ ആ ഭരണം നല്ലതല്ലാത്ത, അങ്ങനെ ഒരു രീതിയിലേക്ക് വഴിമാറിയ ഫ്രഞ്ച് സമൂഹത്തെയും അദ്ദേഹത്തിൻ്റെ കരുത്തുകൊണ്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത്, അങ്ങനെയൊക്കെയാണ് നെപ്പോളിയൻ എന്ത് ചെയ്തത്? പിടിച്ചെടുത്തതിനെയൊക്കെയാണ് നമ്മൾ ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കുന്നത്. ഫ്രഞ്ച് സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറലായിരുന്നു നെപ്പോളിയൻ. ഫ്രഞ്ച് സൈന്യത്തിലെ ആരായിരുന്നു അദ്ദേഹം എന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറലായിരുന്നു ഇദ്ദേഹം, നെപ്പോളിയൻ. ഡയറക്ടറിക്ക് പകരം 3 കോൺസൽമാർ അടങ്ങുന്ന ഒരു പുതിയ ഭരണ സംവിധാനം ഇദ്ദേഹം സ്ഥാപിച്ചു. ഇതിൻ്റെ 1ാം കോൺസൽ നെപ്പോളിയൻ തന്നെയായിരുന്നു. താമസിയാതെ എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഫ്രാൻസിലെ ചക്രവർത്തിയായി, രാജാവായി സ്വയം അധികാരം ഏറ്റെടുക്കുന്നു. പിന്നീട് അദ്ദേഹം ഫ്രാൻസിൽ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അദ്ദേഹം നെപ്പോളിയൻ ഫ്രാൻസിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. പരിഷ്കാരങ്ങൾ, നിയമപരിഷ്കാരങ്ങൾ എന്താണ്? നെപ്പോളിയൻ്റെ നിയമസംഹിത, നെപ്പോളിയനിക് കോഡ്, ഫ്യൂഡൽ നിയമങ്ങൾ അവസാനിപ്പിക്കുകയും സമത്വവും മതസ്വാതന്ത്ര്യവും അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. നിയമപരിഷ്കാരങ്ങളിൽ ഒന്നാമത്തെ എന്താണ്? നെപ്പോളിയൻ്റെ നിയമസംഹിത, നെപ്പോളിയനിക് കോഡ് എന്നാണ് അറിയപ്പെടുന്നത്. അത് തീർത്തും ഫ്യൂഡൽ നിയമങ്ങൾ അവസാനിപ്പിക്കുകയും സമത്വം, എല്ലാവരും ഈക്വലായിട്ടുള്ള ഒരവസ്ഥ, അതും മതസ്വാതന്ത്ര്യവും അംഗീകരിക്കുകയും ചെയ്തു.
രണ്ടാമത്തെ പരിഷ്കാരത്തിൽ എന്താണ് വരുന്നത്? കൺകോർഡറ്റ്. ഓക്കെ, കൺകോർഡറ്റ് നെപ്പോളിയനും പോപ്പും തമ്മിലുണ്ടാക്കിയ കരാറാണ് കൺകോർഡറ്റ് എന്നറിയപ്പെടുന്നത്. അതിൽ വന്ന മാറ്റം, പോപ്പുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് കത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചു. അപ്പോൾ ഈ പോപ്പുമായിട്ടൊരു കരാറുണ്ടാക്കി, അതിൻ്റെ ഫലം എന്ന് പറയുന്നത് എന്തായിരുന്നു? കത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ പുനഃസ്ഥാപിച്ചു, വീണ്ടും സ്ഥാപിച്ചെടുത്തു. മറ്റു മതവിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു. മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുന്നു. മൂന്നാമത്തെ പരിഷ്കാരങ്ങളിൽ വരുന്നത് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളാണ്. അതിലെന്താണ് വരുന്നത്? വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിനുള്ള, അതായത് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന നടപടി കൈക്കൊള്ളുന്നു. പിന്നെന്താണ്? ലിസേ എന്ന പേരിൽ സർക്കാർ നിയന്ത്രണത്തിൽ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. സർക്കാർ സർവീസിലേക്കും സൈന്യത്തിലേക്കും ആവശ്യമുള്ള വിദ്യാസമ്പന്നരെ സൃഷ്ടിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അതായത് സ്വന്തം രാജ്യത്തേക്ക് ആവശ്യമുള്ള സർക്കാർ സർവീസുകളിലേക്കും സൈന്യത്തിലേക്കും ആവശ്യമുള്ള വിദ്യാഭ്യാസമുള്ള വ്യക്തികളെ സൃഷ്ടിക്കുക എന്നതായിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിലൊരു ദേശീയ സർവകലാശാല സമ്പ്രദായം ആരംഭിക്കുകയുണ്ടായി. ഈ സംവിധാനത്തിലൂടെ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ നിയന്ത്രിച്ചു. അപ്പോൾ അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തും ഒത്തിരി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. പിന്നെ സാമ്പത്തിക പരിഷ്കാരങ്ങളുണ്ട്. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിക്കുകയും ഏകീകൃത കറൻസി സംവിധാനം നടപ്പിലാക്കുകയും ചെയ്തു. രാജ്യത്ത് ഒറ്റ കറൻസി, ഏകീകൃത കറൻസി സമ്പ്രദായം ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. സൈനിക പരിഷ്കാരങ്ങളിൽ സൈന്യത്തെ പല ബറ്റാലിയനുകളാക്കി പുനഃസംഘടിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ, നിയമപരിഷ്കാരങ്ങളുണ്ട്, പിന്നെന്താണ്? കൺകോർഡറ്റ്, പിന്നെ എവിടെയാണ്? വിദ്യാഭ്യാസ രംഗത്ത്, സാമ്പത്തികം, സൈനിക പരിഷ്കാരങ്ങൾ. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയേ. അടുത്തത്, ഫ്രാൻസിൻ്റെ ശത്രുക്കളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ നെപ്പോളിയൻ നിരവധി യുദ്ധങ്ങൾ നടത്തി. ഓസ്ട്രിയ, പ്രഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയുണ്ടായി. ബ്രിട്ടൻ ആയിരുന്നു ഈ നെപ്പോളിയൻ്റെ പ്രധാന ശത്രു എന്ന് പറയുന്നത്. അതായത് മികച്ച ഒരു നാവിക ശക്തിയായിട്ടുള്ള ബ്രിട്ടനെ നേരിട്ട് കീഴടക്കാൻ സാധ്യമല്ലെന്ന് നെപ്പോളിയൻ അറിയാമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുകയാണ് നെപ്പോളിയൻ? ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കാൻ ഉള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഇതിനുവേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ. അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. നെപ്പോളിയൻ്റെ മുഖ്യ ശത്രുവായിട്ടുള്ള രാജ്യം ബ്രിട്ടനായിരുന്നു. എന്നാൽ ബ്രിട്ടനെ നേരിട്ട് കീഴടക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ നെപ്പോളിയൻ സാമ്പത്തികമായി തകർക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഇതിനായിട്ട് അദ്ദേഹം ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു കോണ്ടിനെൻ്റൽ വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്താണ് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ എന്ന് ചോദിച്ചാൽ, ഇതനുസരിച്ച് അല്ലെങ്കിൽ ഇത് പ്രകാരം ഫ്രാൻസിൻ്റെ അധീനതയിലുള്ളതോ ഫ്രാൻസുമായി സൗഹൃദത്തിലുള്ളതോ ആയ രാജ്യങ്ങളെ ബ്രിട്ടനുമായുള്ള വ്യാപാരത്തിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്? വിലക്കുന്നു. മനസ്സിലായില്ലേ? അതായത് ഫ്രാൻസിൻ്റെ അധീനതയിലുള്ള പ്രദേശങ്ങളുണ്ടല്ലോ, രാജ്യങ്ങൾ, അതുപോലെ ഫ്രാൻസുമായിട്ട് നല്ല സൗഹൃദത്തിലുള്ള രാജ്യങ്ങളുമുണ്ട്. ഇവ എന്ത് ചെയ്യാൻ പാടില്ല? ബ്രിട്ടനുമായി കച്ചവട ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് ചെയ്യുന്നു. അങ്ങനൊരു വാണിംഗ് ഉണ്ടാക്കുന്നു. ഇതിൽ പൂർണ്ണ വിജയം കൈവരിക്കാൻ നെപ്പോളിയന് കഴിഞ്ഞില്ല. അതുമാത്രമല്ല, ബ്രിട്ടനുമായുള്ള തുടർച്ചയായ യുദ്ധങ്ങളിലേക്കും ഇത് നയിച്ചു. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടൻ നെപ്പോളിയനുമേൽ അന്തിമ വിജയം നേടി. അപ്പോൾ നെപ്പോളിയനെ ബ്രിട്ടൻ പരാജയപ്പെടുത്തിയത് വാട്ടർലൂ യുദ്ധം 1815 വാട്ടർലൂ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടനും നെപ്പോളിയനുമാണ്. നെപ്പോളിയനെ ആര് പരാജയപ്പെടുത്തുന്നു? ബ്രിട്ടൻ പരാജയപ്പെടുത്തി. ഇനി നെക്സ്റ്റ്, യൂറോപ്പിൻ്റെ ഭൂപടം തന്നെ മാറ്റി വരയ്ക്കപ്പെട്ടു. എന്താണത്? നെപ്പോളിയൻ്റെ പരാജയത്തിന് ശേഷം യൂറോപ്പിലെ രാജ്യങ്ങൾ 1815 ഓസ്ട്രിയയിലെ വിയന്നയിൽ യോഗം ചേർന്ന് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ്. ഇത് വിയന്ന സമ്മേളനമെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ വാട്ടർലൂ യുദ്ധത്തിന് ശേഷം, വാട്ടർലൂവിൽ ബ്രിട്ടനാണ് ജയിക്കുന്നത് 1815 തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഓസ്ട്രിയയിലെ വിയന്നയിൽ യോഗം ചേർന്ന് ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നു. ഇത് വിയന്ന സമ്മേളനം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് ഓസ്ട്രിയൻ ചാൻസലറായിരുന്ന ആരാണ്? മെറ്റേണിച്ച് ആയിരുന്നു. മെറ്റേണിച്ച് ഓർത്തു വെച്ചോളണം. മെറ്റേണിച്ച് ആണ് ഇതിന് വിയന്ന സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തത്. അതോടുകൂടി ഈ വിയന്ന സമ്മേളനത്തോടു കൂടി തന്നെ യൂറോപ്പിലെ ഫ്രഞ്ച് മേധാവിത്വം അവസാനിക്കുകയും
ചെയ്യുന്നു. ഇനി ഈ വിയന്ന സമ്മേളനത്തിലെടുത്ത പ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് 1, യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള രാജഭരണം പുനഃസ്ഥാപിക്കുക. എന്താണ് ഒന്നാമതായി പറഞ്ഞത്? അതായത് യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പ് ഉണ്ടായിരുന്ന രാജഭരണം, അവരുടെ രാജഭരണത്തെ പുനഃസ്ഥാപിക്കുക. രണ്ടാമത്തേത് ഫ്രാൻസിൽ ബൂർബൻ രാജഭരണം പുനഃസ്ഥാപിക്കുക. മൂന്നാമത്തേത് ബ്രിട്ടൻ്റെ നാവിക മേധാവിത്വം റഷ്യയുടെ അതായത് ഈ റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ആധിപത്യം അംഗീകരിക്കുക. മധ്യ യൂറോപ്പിൽ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുക. എന്തൊക്കെയായിരുന്നു? 1, യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള രാജഭരണം പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും കൊണ്ടുവരിക. ബൂർബൻ രാജാക്കന്മാരുണ്ടല്ലോ, ലൂയി 16-നും അവിടുത്തെ രാജാക്കന്മാരെ അറിയപ്പെട്ടുന്ന അവരുടെ രാജഭരണം പുനഃസ്ഥാപിക്കണം. അതുപോലെ ബ്രിട്ടൻ്റെ നാവിക മേധാവിത്വം എങ്ങോട്ടേക്ക്? റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ആധിപത്യം അംഗീകരിക്കുക. പിന്നെ മധ്യ യൂറോപ്പിൽ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുക. ഇതൊക്കെയാണ് വിയന്ന സമ്മേളനത്തിലെടുത്ത പ്രധാന തീരുമാനങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അവിടെ മെറ്റേണിച്ചിൻ്റെ ഒരു ഇമേജും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ മരം നോക്കിയേ. ട്രീ ഓഫ് ലിബർട്ടി. എന്താണത്? ട്രീ ഓഫ് ലിബർട്ടി മീൻസ് സ്വാതന്ത്ര്യത്തിൻ്റെ മരം എന്ന് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു ആലങ്കാരിക പ്രയോഗം. നമ്മളിങ്ങനെ പറയുന്നതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മരം, ട്രീ ഓഫ് ലിബർട്ടി. ഫ്രാൻസിൽ ഇത് അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമായി, അതായത് ഫ്രഞ്ച് വിപ്ലവകാലത്ത് പൊതുസ്ഥലങ്ങളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി എന്ത് ചെയ്യുകയാണ്? ഒരു മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയിൽ മോചനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെട്ടു പോന്നിരുന്ന ചുവന്ന ഫ്രിജിയൻ തൊപ്പി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, റെഡ് ഫ്രിജിയൻ ക്യാപ്പ് തൂക്കിയിടുകയും ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷുകാരുമായി നിരന്തരം സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്ന മൈസൂർ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. ബ്രിട്ടീഷുകാരുമായി നിരന്തരം സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്ന മൈസൂർ ഭരണാധികാരി ആരായിരുന്നു? ടിപ്പു സുൽത്താനായിരുന്നു. അദ്ദേഹം തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടു. സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടതിലൂടെ ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങളോട് അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യവും ബ്രിട്ടീഷ് വിരോധവും പ്രകടമാക്കി. മനസ്സിലായല്ലോ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവ ആശയത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യവും ബ്രിട്ടീഷ് വിരോധവും അതിലൂടെ നമുക്ക് പ്രകടമാക്കുന്നതിന് സാധിച്ചു. ആധുനിക ലോക ചരിത്രത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവം. മനസ്സിലായല്ലോ. നമ്മുടെ ഇന്നത്തെ ആധുനിക ലോക ചരിത്രത്തെ നോക്കുകയാണെങ്കിൽ അതിനെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിപ്ലവം, റവല്യൂഷൻ തന്നെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഫ്രാൻസിലെ സാധാരണക്കാരും മധ്യവർഗവും ചേർന്ന് അവർക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്കായി നടത്തിയ മുന്നേറ്റമായിരുന്നു ഇതെന്ന് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ പിന്നീട് ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുകയും ഉണ്ടായി. പിന്നെ അവിടെ കൊടുത്തിട്ടുള്ളത് തുടർ പ്രവർത്തനമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് രണ്ടാമത്തെ ചാപ്റ്റർ. ഇനി നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സാമൂഹിക വിശകലനം, സാമൂഹിക ശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്നുള്ളതാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ, താങ്ക്